ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെറൈറ്റി ഫ്രൂട്ടുകളെയൊന്നുമല്ല പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള കുറച്ച് പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ വേണമല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള കുറച്ച് അത്യാവശ്യം വേണ്ട ചില പച്ചക്കറികളൊക്കെ ഉള്ളതിനെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ. ഇത് ഇപ്പോൾ കാണുന്നത് പാവലാണ്. ഇവിടെ വാങ്ങിച്ച പാവയ്ക്കയുടെ വിത്ത് നട്ടതാണ് ഈ കാഴ്ച നിൽക്കുന്നത്. ആദ്യമൊക്കെ വിരലിൻ്റെ നീളമുള്ള പാവയ്ക്കയായിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പോൾ നല്ല വെയിലുള്ള ഭാഗത്തേക്ക് പടർന്നു തുടങ്ങിയപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പാവയ്ക്ക കിട്ടിത്തുടങ്ങി. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇന്നിപ്പോൾ കിട്ടിയ പാവയ്ക്കയാണ് ഈ കാണുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പാവയ്ക്കയാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ളതാണ് പൊന്നാങ്കണ്ണി ചീര. എല്ലാവർക്കും അറിയാവുന്നതാണ് പൊന്നാങ്കണ്ണി ചീര. ഇതൊരു എന്താ പറയുക, ഭയങ്കര ഫേമസ് ആയൊരു ചീരയല്ലേ. പിന്നെ പുതിനയില ഇതിൻ്റെ ഇടയിൽ നട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇഞ്ചിയുണ്ട്. ഒരു കുടക്കീഴിൽ ഒരുവിധമുള്ള എല്ലാം നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കൊക്കോക്കായുടെ തൈകളാണ്. ഇവിടെ വലിയൊരു വലിയൊരു നല്ല ഇടത്തരം ഒരു പപ്പായ തൈ നിൽപ്പുണ്ട്. ഈ ഒരുവിധമുള്ള തൈകളൊക്കെ ഇവിടെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് പല ഭാഗങ്ങളിലോട്ട് കൊണ്ട് നടുകയാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ പരുവമൊക്കെ ആക്കുമ്പോൾ അതിനെയൊക്കെ പല ഭാഗങ്ങളിൽ നടും. പിന്നെ കറിവേപ്പ്, വലിയൊരു കറിവേപ്പുണ്ട്. അതിൻ്റെ തൈകളാണ് മാമ കവറുകളിലാക്കി വച്ചിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മാമ ആ കറിവേപ്പിൻ്റെ തൈകളൊക്കെ കൊടുക്കാറുമുണ്ട്. ഇതൊക്കെ മാമ ചെയ്യുന്നതാണ്. ഇത് ചേമ്പ് എന്ന് പറഞ്ഞാൽ തോരൻ വയ്ക്കുന്ന ചേമ്പാണ് ഈ നിൽക്കുന്നത്. ഇത് മുളക്. പിന്നെ മാമ ഓരോന്നിൻ്റെ ഇടയിൽ കുരുമുളകിൻ്റെ വള്ളികൾ പല മുരിങ്ങയും പേരയൊക്കെ നിൽക്കുന്ന പേരയുടെ ഇതിലൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ, പിന്നെ ചേന, ചേമ്പ്, കാച്ചിൽ, മരച്ചീനി എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പന്നിയുടെ ശല്യം കാരണം ഒന്നും നടാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൈനാപ്പിളിൻ്റെ തൈകളാണ് നട്ടിരിക്കുന്നത്. നമ്മൾ ഇറങ്ങി വരുന്ന തടമുണ്ട്. തടത്തിൻ്റെ സൈഡിലായിട്ടാണ് പൈനാപ്പിൾ നട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ തടം. വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന തടമാണ്. മൊത്തത്തിൽ കാണാൻ ഒരു പച്ചപ്പല്ലേ. എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇത് തിപ്പലിയാണ്. മാമ കഴിഞ്ഞ ദിവസം തിപ്പലി എല്ലാം പറിച്ചതേ ഉള്ളൂ. വീടിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറച്ച് വാഴത്തൈകൾ നട്ടിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട കുലകളൊക്കെ കിട്ടുന്നുണ്ട്. തെങ്ങും തൈയും വെച്ചിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് നിൽക്കുന്നവയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് തിപ്പലി പ്രാവശ്യം പറിച്ചതാണ്. സാധാരണ എന്നും ഉള്ളതിനേക്കാൾ കുറവാണ് ഇപ്പോൾ കിട്ടിയത്. പിന്നെ വവ്വാലിൻ്റെ ശല്യം കൊണ്ട് പേരയ്ക്ക് പരുവമാവും, അരപ്പരുവമാകുമ്പോഴേ മാമ പറിച്ചുകൊണ്ട് വയ്ക്കും. അതുപോലെ തന്നെ പൈനാപ്പിൾ. ഇപ്പോൾ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.